പ്രവാസ ലോകം എന്നും പ്രവാസികളെ താങ്ങി നിർത്തുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള അനേകായിരം പ്രവാസികളാണ് UAE-യിൽ തൊഴിൽ ചെയ്തു വരുന്നത്. പ്രവാസികളുടെ പ്രിയ ഇടം കൂടിയാകുന്നു UAE. UAE-യും അതുപോലെ തന്നെയാണ്. അധികൃതർ പ്രവാസികളെ എന്നും കരുതുന്നുണ്ട്, അവരെ എന്നും താങ്ങി നിർത്തുകയാണ്. മാത്രമല്ല, പ്രവാസികൾ എന്ന പോലെ തന്നെ UAE-യും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്. അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് വെല്ലുവിളികൾ അങ്ങനെ മറികടന്ന് ഇന്ത്യ ദുബായ് എണ്ണയേതര വ്യാപാര ഇടപാടിൽ കുതിപ്പ് തുടരുകയാണ്. ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ 3500 കോടി ദിർഹത്തിന്റെ ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ 17% വളർച്ച കൈക്കൊണ്ടു. രാജ്യാന്തര ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിൽ ഉൾപ്പെടെ ഇന്ത്യൻ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ കമ്പനികൾ പുതിയ ഉൽപ്പന്നങ്ങളുമായി പങ്കെടുക്കുകയുണ്ടായി. ഗൾഫ് മേഖലയിൽ UAE-യുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ സൗദിയുമായി 1470 കോടി ദിർഹത്തിന്റെ ഇടപാടാണ് നടന്നത്. അതേസമയം 4400 കോടി ദിർഹത്തിന്റെ ഇടപാട് നടത്തിയ ചൈനയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഈ വർഷം ആദ്യ പാദത്തിൽ മൊത്തം 35440 കോടി ദിർഹത്തിന്റെ വിദേശ വ്യാപാര ഇടപാട് നടത്തിയതായി ദുബായ് ഇക്കണോമി വ്യക്തമാക്കി. കഴിഞ്ഞ തവണ 32,300 ആയിരുന്നു. കോവിഡ് പ്രതിസന്ധികൾ അങ്ങനെ തരണം ചെയ്യാൻ വാണിജ്യ വ്യവസായ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിലായി സാമ്പത്തിക ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രാജ്യാന്തര സമ്പദ് വ്യവസ്ഥ വൻ പ്രതിസന്ധി നേരിട്ടപ്പോഴും ദുബായ് അതിവേഗം കരകയറിയതായി DP വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും CEO-യുമായ സുൽത്താൻ ബിൻ സുലായും പറയുകയുണ്ടായി. കൂടുതൽ നിക്ഷേപകരുടെ കടന്നുവരവും സാങ്കേതിക മുന്നേറ്റവുമാണ് പ്രധാനമായും ഇതിന് സഹായകമായത്. വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി കോവിഡ് വ്യാപനം തടയാൻ കഴിഞ്ഞത് ലോകരാജ്യങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചതായും ദുബായ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ദുബായ് തുടക്കമിട്ട വേൾഡ് ലോജിസ്റ്റിക് പാസ്പോർട്ടിന്റെ നേട്ടങ്ങൾ ലഭിച്ചും തുടങ്ങി. ഇന്ത്യ അടക്കമുള്ള പ്രധാന രാജ്യങ്ങളെ കൂട്ടിയിണക്കുന്ന ഇത് വാണിജ്യ വ്യാപാര മേഖലയുടെ വളർച്ച ലക്ഷ്യമിടുന്ന സഖ്യം കൂടിയാകുന്നു. തായ്ലാന്റ്, ബ്രസീൽ, കൊളംബിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളും ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തി സഖ്യം വിപുലമാക്കും. ഈ രാജ്യങ്ങളിലെ വ്യാപാരികൾക്ക് സഹകരണ ശൃംഖലയിലൂടെ കൂടുതൽ അടുക്കാനും സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതായിരിക്കും. 100-ലേറെ പ്രവർത്തന സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ലഭ്യമാകുന്നത്. ഒട്ടേറെ കമ്പനികൾ ഇതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതും ലക്ഷ്യമാണ്. കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗത്തിലുമുള്ള ചരക്ക് നീക്കത്തിന് വെർച്വൽ കോറിഡോർ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോക്കിനെ കുറിച്ചും മറ്റും കൃത്യവിവരങ്ങൾ അറിയാം. 24 ഫ്രീ സോണുകളിലെ 18,000-ലേറെ കമ്പനികൾ ഈ സേവനം ഉപയോഗപ്പെടുത്തുകയാണ്. വിദേശ വ്യാപാര രംഗത്ത് 2 ലക്ഷം കോടി ദിർഹം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പഞ്ചവത്സര കർമ്മ പരിപാടികൾ നടപ്പാക്കി വരികയാണെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. എക്സ്പോയിലൂടെ രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിന് ദുബായ് അവസരമൊരുക്കും. 6 മാസം നീളുന്ന എക്സ്പോയിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ തുടക്കമാകും. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ വൻ സാധ്യതകളും എക്സ്പോ പങ്കുവയ്ക്കും. ദുബായ് വിപണിക്ക് വജ്രത്തിളക്കം കൂടിയാകുന്നു ഇത്. ഈ വർഷം ആദ്യ പാദത്തിൽ തന്നെ വജ്ര വിപണി വൻ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 2,900 കോടി ദിർഹത്തിന്റെ ഇടപാട് നടത്തി 61% വളർച്ച. സ്വർണ്ണാഭരണ ഇടപാട് 1,700 കോടി. അതേസമയം മൊത്തം 6,300 കോടി ദിർഹത്തിന്റെ സ്വർണ്ണ ഇടപാട് നടത്തിയിരിക്കുകയാണ്. ഇതിലൂടെ 27% വളർച്ച കൈവരിച്ചു. 1,400 കോടിയുടെ ഇടപാട് നടത്തി 9% വളർച്ച നേടി വാഹന മേഖലയിൽ സ്പീഡ് ട്രാക്കിൽ തന്നെ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.